നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനു ചേച്ചി, അനു ചേച്ചി, ചേച്ചി, എന്തേ എന്തേ എന്തു പറ്റി ചേച്ചി? എന്താ ആരാ അവിടെ? എന്തേ നീ വീണ്ടും വല്ല പാമ്പിനെയും കണ്ടോ? വെളിയിൽ പോയി രഹസ്യമായിട്ട് ഫോൺ ചെയ്യായിരുന്നില്ലേ? നീ കാര്യം പറയതേ. ഇനി പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? തമ്പായി, അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? അയാൾ നിന്നെ പിടിച്ച് തിന്നാൻ വന്നോ? അല്ല, നിന്നോട് അദ്ദേഹം വല്ലതും ചോദിച്ചതേ? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങ് ഓടിപ്പോന്നു. ശരി, നീ ചെല്ല, കുട്ടികളടുത്ത് പോയിരിക്കും. ഞങ്ങൾ പോയി നോക്കാം. വാ ചേച്ചി, ഞാനും വരാം. അമ്പളേച്ചി വാ വാ. അച്ഛനയുടെ മക്കള് അനന്തനെ കാണാനാണ് ഞാൻ വന്നത്. അച്ഛനും രഘുവേട്ടനും ഇവിടെ ഇല്ല. ആണൊരാൾ തറവാട്ടിൽ എപ്പോഴും ഉണ്ടാവണം. ത്രിസന്ധിക്ക് മുമ്പേ അയാൾ വീടണയണം. പുതിയ അതിഥികളെ തറവാട്ടിലെ പാരമ്പര്യ ശക്തികളും പൂർവിക ആത്മാക്കളും ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. അകത്തും പുറത്തും സ്വസ്ഥത ഉണ്ടാവില്ല. അഗ്നിഭയം, ജലഭയം, നാഗഭയം, പ്രേതഭയം ഇവ കാരണം ഉറക്കം നഷ്ടപ്പെടും ചിലർക്ക്. കാവിൽ വന്ന് സർപ്പപ്രീതി നടത്താൻ പറയണം അനന്തനോട്. മറ്റു ചില കർമ്മങ്ങൾ കൂടി ചെയ്യണം. ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മതി. തറവാട്ടിൽ വരുന്നവര് കാവിൽ തൊഴുതു കയറണമെന്ന അതുണ്ടായില്ല. വിശ്വാസം മാത്രമല്ല, ആചാരം കൂടിയാ. ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ ദേവകിയമ്മ അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങോട്ട് വരാത്തവരെ ഇങ്ങോട്ട് വന്ന് കാണുന്ന പതിവുണ്ട് നാഗങ്ങൾക്ക്. അതിനിട വരുത്താതിരിക്കുന്നതാ ബുദ്ധി.
നോക്കുന്നേ? എത്രയും വേഗം തമ്പായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. പേടിയുള്ളവർ തന്നെ അച്ഛനെ വിളിച്ച് പറ. എനിക്കിവിടെ തന്നെ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. വന്ന ഉടനെ തന്നെ ഞാൻ പാമ്പിനെ കണ്ട് പേടിച്ചില്ലേ ചേച്ചി? തമ്പായി പറഞ്ഞ പോലെ നാഗങ്ങൾ ഇങ്ങോട്ട് തേടി വന്നതായിരിക്കോ? ഓ ദേ, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് ഇല്ലാത്ത ഭയം ഉണ്ടാക്കാൻ നോക്കണ്ട. നമുക്ക് അച്ഛൻ വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അയ്യോ, എന്റെ മോൻ കരയുന്നു. ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. എടി, അതിനെ കോടതിയിൽ കേസൊന്നും വേണമെന്നില്ല. വിനയ, വെറും പെറ്റി കേസിൽ പെട്ട് പോലീസിൻ്റെ നാട്ടുകാരുടെ നോട്ടപ്പുള്ളി ആയാലും നോൺ ഒഫൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഒരു 5 വർഷത്തേക്കെങ്കിലും പോലീസ് എൻക്വയറി എന്നുള്ള കടന്നു കിട്ടാൻ പാടാ. സാർ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പ്രതീക്ഷയും ആത്മവിശ്വാസവും തകർത്ത് കളയല്ലേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാ CI സാറ് പോലും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല വിനയ, ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിനക്ക് വെറുതെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും പോസിബിലിറ്റിയും കൂടി നോക്കണ്ടേ? എൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ കേസ് തന്നെയാണ് സാർ. സത്യത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയ മഞ്ചാടിയുടെ ആ വീഡിയോ ഞാൻ ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചില്ലെന്നുള്ള തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ. ആ വീഡിയോ ഞാൻ മിസ്യൂസ് ഒന്നും ചെയ്തില്ലല്ലോ. നീ ജീവൻ രാജനും ആസിഫിനും വിൽക്കാൻ തീരുമാനിച്ച വീഡിയോ അടങ്ങിയ ഫോൺ തക്ക സമയത്ത് ചീരു മാറ്റിയതുകൊണ്ടല്ലേ അത് മിസ്യൂസ് ചെയ്യപ്പെടാതെ പോയത്, അല്ലേ? സത്യത്തിൽ അന്ന് നിന്നെ വലിയൊരു ക്രൈമിൽ നിന്ന് രക്ഷിച്ചത് ചീരുവാ. ഇപ്പോ നിനക്ക് വേണമെങ്കിൽ ആ കേസിൽ മാപ്പുസാക്ഷിയാവാൻ അപേക്ഷ കൊടുത്ത് രക്ഷപ്പെടാം. പക്ഷേ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കില്ലേ സാർ? അപ്പോഴേക്കും എൻ്റെ ജോലി, ഇതുപോലൊരു അവസരം എനിക്ക് വേറെ കിട്ടില്ല സാർ. അതുകൊണ്ടാണ്